അറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായി സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. ഇത് ഗോസ്പലില് 2 പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത് നീ എന്തിനാണ് കരയുന്നൊരു ചോദിക്കുന്നത് മറിയത്തോടാണ്. കല്ലറയ്ക്ക് മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മറിയത്തോട്. ആദ്യം ചോദിച്ചത് 2 ദൂതന്മാരാണ്. അവർ കർത്താവ് ഇവിടെ ഇല്ല എന്ന് പറയാനായിട്ട് കർത്താവ് അസൈൻ ചെയ്തതാണ്. അവർ ഭരണവർത്തും പൂർണ്ണവർത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചിരുന്ന ആൾ ഇവിടെ ഇല്ല, പൊയ്ക്കോ. ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് ഇടയിൽ മറിയം കയറി വന്നത്. മറിയം വന്നപ്പോൾ അവൾ നിന്ന് നിലവിളിച്ച് കരയുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, നീ എന്തിനാ കരയണേ? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ ആരും എടുത്തുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ മാറി. വേറൊരാളാണ് അവിടെ ചോദിച്ചത്. അത് കർത്താവാണ്. കർത്താവ് അവിടെ ചോദിച്ചു, നീ എന്തിനാ കരയണേ? നീ ആരെ അന്വേഷിക്കണേ? അപ്പോൾ അവൾ പെട്ടെന്ന് കരുതുന്നത് ഇത് തോട്ടക്കാരനെന്നാണ്. അവൾ തോട്ടക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ നിങ്ങളാണ് എടുത്തുകൊണ്ട് പോയത്, എങ്കിൽ എവിടെ വെച്ചേക്കണമെന്ന് പറ, ഞാൻ പോയി എടുത്തോളാം. കർത്താവുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ അവൾ അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കരഞ്ഞ് നിന്ന സമയത്ത് അവൾക്ക് അവളുടെ മുമ്പിലെ കർത്താവിനെ കാണാൻ പറ്റിയില്ല. ഉള്ളിലൊത്തിരി സ്നേഹമുണ്ട്, ഉള്ളിലൊത്തിരി ആത്മാർത്ഥതയുണ്ട്. നമ്മളുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം ഉത്തരം തരും, നമ്മുടെ കൺമുമ്പിൽ കൊണ്ട് വച്ച് തരും. ആ ഉത്തരത്തോടായിരിക്കും ഒരുപക്ഷെ നമ്മളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആ കണ്ണുനീരിൻ്റെ ഉത്തരമാണല്ലോ എനിക്കിതൊന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുനീരാണ് നമ്മളെ ഏറ്റവും അധികം മൂടുന്നതെങ്കിൽ പിന്നീട് അത് ആ ഉത്തരം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തും. കരഞ്ഞതൊക്കെ ഇരിക്കട്ടെ, മതി. എന്തിനാ ഇത്രയും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ വേദനിക്കുന്നത്? നമ്മൾ കരയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉത്തരം നൽകാൻ തയ്യാറായ ഒരു ദൈവം നിൽക്കുമ്പോൾ കരയുന്നതൊക്കെ ശരിയാണ്. ഇത്രത്തോളം കരയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം നമ്മളുടെ കണ്ണുനീരിന് അപ്പുറത്തേക്ക് ഉത്തരമുണ്ടെന്ന് കാണണമെങ്കിൽ ആ കണ്ണുനീർ തുടയ്ക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇനി കുറച്ചും കൂടി കരയാതിരിക്കാനുള്ളൊരു പാഠം കൂടി ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നുണ്ട്.